എൻ്റെ കുട്ടിക്ക് 3 വയസ്സായി. എൻ്റെ കുട്ടി എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന പെൻസിൽ ഗ്രാസ്പ് ശരിയാണോ? പൊതുവെ ഈ പ്രായത്തിലെ കുട്ടികൾ എങ്ങനെയാണ് പെൻസിൽ ഹോൾഡ് ചെയ്യുന്നത്? എൻ്റെ കുട്ടി എഴുതുമ്പോൾ പെൻസിൽ പിടിക്കുന്നത് ശരിയല്ലെങ്കിൽ അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അഥവാ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്? മിക്ക പാരൻസും ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ ചോദിക്കുന്ന ഒരു കൺസേൺ ആണ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പെൻസിൽ ഗ്രാസ്പ്. ഹായ് ഓൾ, ഞാൻ അനഘ പിഷാരടി, പ്രയത്നയിൽ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. കുട്ടികളുടെ റൈറ്റിംഗ് സ്കിൽസിൽ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് പെൻസിൽ ഗ്രാസ്പ്. ക്രോളിംഗ്, വാക്കിംഗ് പോലെയുള്ള മൈൽ സ്റ്റോൺസ് കുട്ടികൾ കറക്റ്റ് പ്രായത്തിൽ തന്നെ അച്ചീവ് ചെയ്തോ എന്നുള്ളത് മിക്കപ്പോഴും പാരൻസ് ചെക്ക് ചെയ്യും. പക്ഷെ അതിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വിട്ടുപോകുന്ന ഒരു മൈൽ സ്റ്റോൺ ആണ് അവരുടെ പെൻസിൽ ഗ്രാസ്പ്. ഈ വീഡിയോയിൽ നമുക്ക് ഓരോ പ്രായത്തിൽ കുട്ടികൾ ഏതൊക്കെ പെൻസിൽ ഗ്രാസ്പാണ് ഡെവലപ്പ് ചെയ്യുന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾ 1-1.5 വയസ്സാകുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന പെൻസിൽ ഗ്രാസ്പാണ് പാൽമർ സുപ്പീനിയൻ ഗ്രാസ്പ്. ഈ ഗ്രാസ്പിൽ കുട്ടികൾ പെൻസിൽ പിടിക്കുന്നത് അവരുടെ പാം യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. സ്ക്രിബിളിംഗ് ചെയ്യുമ്പോൾ കുട്ടികൾ യൂസ് ചെയ്യുന്നത് അവരുടെ ഷോൾഡർ ആൻഡ് എൽബോ മസിൽസ് ആയിരിക്കും. 2 to 3 വയസ്സിൽ കുട്ടികൾ പെൻസിൽ പിടിക്കുന്ന രീതിയാണ് ഡിജിറ്റൽ പ്രോണേറ്റ് ഗ്രാസ്പ്. ഈ ഗ്രാസ്പിൽ അവരുടെ ചൂണ്ടുവിരൽ താഴെ പേപ്പറിലേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതേപോലെ തന്നെ 4 ആമും പേപ്പറിലേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. അവർ കളറിങ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഷേപ്സ് വരയ്ക്കുമ്പോൾ ഷോൾഡർ അല്ലെങ്കിൽ എൽബോ മസിൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഈ ഗ്രാസ്പിൽ പാൽമർ സുപ്പീനിയൻ ഗ്രാസ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി പെൻസിൽ കൺട്രോൾ ഡെവലപ്പ് ആയിട്ടുണ്ടാവും. 3.5 to 4 വയസ്സിൽ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്ന പെൻസിൽ ഗ്രാസ്പാണ് സ്റ്റാറ്റിക് ട്രൈപോഡ് ഗ്രാസ്പ്. ഈ ഗ്രാസ്പിൽ കുട്ടികൾ പെൻസിൽ പിടിക്കുന്നത് 3 വിരലുകൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇതിൽ വിരലുകൾ സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതിന് പകരം ഹാൻഡ് ആസ് എ ഹോൾ ആയിരിക്കും കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. കളറിങ് ചെയ്യുമ്പോൾ കുട്ടികൾ ഷോൾഡർ ആൻഡ് എൽബോ മസിൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ 4 ആം ഫ്ലോട്ടിംഗ് ആയിരിക്കും, അതായത് ടേബിളിൻ്റെ മുകളിൽ റെസ്റ്റിംഗ് പൊസിഷനിലായിരിക്കില്ല കുട്ടികൾ 4 ആം പ്ലേസ് ചെയ്യുന്നത്. 4.5 to 5 വയസ്സിൽ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്ന പെൻസിൽ ഗ്രാസ്പാണ് ഡൈനാമിക് ട്രൈപോഡ് ഗ്രാസ്പ്. ഈ ഗ്രാസ്പിലും സ്റ്റാറ്റിക് ട്രൈപോഡ് ഗ്രാസ്പിലെ പോലെ തന്നെ കുട്ടികൾ പെൻസിൽ പിടിക്കുന്നത് 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. ഡിഫറൻസസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുട്ടികളുടെ ഫിംഗേഴ്സ് എല്ലാം ഇൻഡിവിജ്വലി മൂവ് ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ 4 ആം ടേബിളിൻ്റെ മുകളിൽ റെസ്റ്റിംഗ് പൊസിഷനിലായിരിക്കും കുട്ടികൾ വെക്കുന്നുണ്ടാവുക. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഏജ് റേഞ്ചും അപ്രോക്സിമേറ്റ് ഏജ് റേഞ്ചാണ്. ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർ പെൻസിൽ ഗ്രാസ്പ് ഡെവലപ്പ് ചെയ്യുന്ന പ്രായത്തിലും ഡിഫറൻസസ് വന്നേക്കാം. നിങ്ങളുടെ കുട്ടി കറക്റ്റായിട്ട് പെൻസിൽ പിടിക്കുന്നില്ല എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിനെ ആദ്യം കൺസൾട്ട് ചെയ്ത് അതിന് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ടോ നോക്കുക. അതേപോലെ തന്നെ 7 വയസ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വയസ്സുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പെൻസിൽ ഗ്രാസ്പ് കറക്റ്റായിട്ട് ഡെവലപ്പ് ആയിട്ടില്ലെങ്കിൽ അത് അവരുടെ ഹാൻഡ് റൈറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് സൊല്യൂഷൻസ് മേടിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.